Hello all, I'm Alfie Elizabeth Joseph, Assistant Professor, Triple Department, SMIT, Adur. ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത് ബിടെക് L6 ട്രിപ്പിൾ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള EE464 ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ മൊഡ്യൂൾ 4 നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. റിവിഷൻ നമ്പർ 7. So far we have covered module 1 to module 6 entire topic and now going on revision with the module 4. So ഇതൊരു 10 mark question ആയിരുന്നു May 2019 നടന്ന എക്സാമിന്റെ. Draw the schematic of a phase angle regulator with thyristor tap changes having ternary proportion winding sections for discrete level voltage control and explain the working. So ഇതൊരു 10 mark question ആയിരുന്നു. ഇതിന്റെ മാർക്ക് ഡിവിഷൻ എന്ന് വെച്ചാൽ സ്കിമാറ്റിക്കിന് 4 മാർക്സും എക്സ്പ്ലനേഷൻ 3 മാർക്സ് ഫേസർ ഡയഗ്രത്തിന് 3 മാർക്സ്. സോ ടോട്ടൽ 10 മാർക്സ് ആണ്. സോ നമുക്ക് ഇതിന്റെ ആൻസറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ അറിയാം, ഫേസ് ആംഗിൾ റെഗുലേഷൻ അറിയാം. രണ്ടും ഒരു ഫിക്സഡ് വോൾട്ടേജിൽ നിന്ന് വേരിയബിൾ വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യും. ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആണെങ്കിൽ വോൾട്ടേജിന്റെ ഫേസ് ആംഗിൾ അല്ലെ ഫേസ് ഷിഫ്റ്റിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ലോഡ് മെക്കാനിക്കൽ ടാപ്പ് ചേഞ്ചസ് വഴിയാണ് നേരത്തെ ഇത് എംപ്ലോയ് ചെയ്തത്. പക്ഷെ അതിന് കുറേ മെയിൻ്റെനൻസ് വേണം, അങ്ങനത്തെ കാര്യം വന്നപ്പോൾ അതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വന്നതാണ് തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ച് എന്ന് പറയും. ഇറ്റ് ഈസ് അനലോഗസ് ടു ഓൺ ലോഡ് മെക്കാനിക്കൽ ടാപ്പ് ചേഞ്ചർ. അപ്പോൾ ഈ തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചർ വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലെവൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ കണ്ടിന്യൂസ് ലെവൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഡിലേ ആംഗിൾ കൺട്രോൾ ആണ്. ബേസിക്കലി തൈറിസ്റ്ററിന്റെ ഡിലേ ആംഗിളിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഹാർമോണിക്സ് ഉണ്ട്. കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോൾ ആണ്. ഇപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണോ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആണോ നോക്കുന്നത് ഈ തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചറിന്റെ ട്രാൻസ്ഫോമറിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. ബേസിക്കലി തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചറിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ ഉണ്ട്, തൈറിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഹീറ്റ് സിങ്ക് ഉണ്ട്, അതേപോലെ സ്നബ്ബർ സർക്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് നാച്ചുറലി കമ്മ്യൂട്ടേറ്റ്സ് അറ്റ് കറണ്ട് സീറോ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ തൈറിസ്റ്റർ ഓഫ് ആയിക്കോളും. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ വേണ്ട, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ തന്നെയാണ്. സോ ഇനി നമ്മുടെ ഈ ഫസ്റ്റ് ഡയഗ്രം കാണിക്കുന്നത് ടെർണറി പ്രൊപ്പോർഷൻ വൈൻഡിങ് സെക്ഷൻ ആണ്. അതായത് ട്രാൻസ്ഫോമർ വൈൻഡിങ് ആദ്യമേ 1 ഉള്ളതിന് പിന്നെ 3A പിന്നെ 9 അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. സോ ഇങ്ങനെ നമുക്ക് ഡിലേ ആംഗിൾ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് ഇത്. അപ്പോൾ അതിൻ്റെ ഫേസ് ആംഗിൾ റെഗുലേറ്റർ നോക്കിക്കേ. ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജുമായിട്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ക്വാഡ്രേച്ചർ വോൾട്ടേജിനെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ടെർണറി പ്രൊപ്പോർഷൻ വൈൻഡിങ് സെക്ഷൻ്റെ കൂടെ ഫേസ് ആംഗിൾ റെഗുലേറ്റർ വരുന്നതാണ് ഈ കാണിച്ചേക്കുന്നത് സെക്കൻഡ് ഫിഗർ. ഫേസ് ആംഗിൾ റെഗുലേറ്റർ എംപ്ലോയിങ് എ തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചർ യൂസിങ് ടെർണറി പ്രൊപ്പോർഷൻ വൈൻഡിങ് സെക്ഷൻസ് ഫോർ ഡിസ്ക്രീറ്റ് ലെവൽ വോൾട്ടേജ് കൺട്രോൾ. ഇതിൽ നിന്നാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്, വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നെടുത്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രേച്ചർ വോൾട്ടേജ് ആണ് ഫൈനലി ഇൻജെക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഫേസ് ആംഗിൾ റെഗുലേറ്ററിന്റെ സ്കിമാറ്റിക്. ഈ പടമാണ് വരയ്ക്കേണ്ടത്. സെക്കൻഡ് ഡയഗ്രം. ഫസ്റ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചർ യൂസിങ് ടെർണറി പ്രൊപ്പോർഷൻ വൈൻഡിങ്. നമ്മളിപ്പോൾ ഡയഗ്രം കണ്ടു. ടെർണറി വൈൻഡിങ്സ് പ്രൊപ്പോർഷൻ്റെ 1:3:9 എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടൽ ഓഫ് 27 സ്റ്റെപ്സ് ക്യാൻ ബി ഒപ്റ്റെയിൻ. അത്രയും വോൾട്ടേജ് സ്റ്റെപ്സ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും വിത്ത് ഓൺലി 12 ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ വാൽവ് വെച്ചിട്ട് നമുക്ക് 27 സ്റ്റെപ്പ് അല്ലേ. തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വേരി ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ 27 സ്റ്റെപ്സ് പോസിബിൾ ആണ് വിത്ത് ഓൺലി 12 ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ വാൽവ്സ്. ഇപ്പോൾ വാൽവിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 4x VA, അതായത് കൺട്രോൾ വോൾട്ട് ആംപിയറിൻ്റെ റേഞ്ചിൻ്റെ ട്വൈസ് ആണ്. അതേപോലെ ഇവിടെ വേണ്ടത് ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 6 വാൽവ്സ് ആണ്. 12 വാൽവ്സിൽ 6 വാൽവ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. The thyristors for higher voltage sections are fully utilized here, while those for smallest voltage section may still be operating below the minimum economic voltage level. ഇപ്പോൾ ഈ കേസിൽ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറയും.
but this structure it increases both complexity and cost കൂട്ടും. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇവിടെ ഈ ഒരു കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഈ അറേഞ്ച്മെന്റ് ഷോർട്ട് കമ്മിങ് ആയിട്ട് വരുന്നത് ആസ് യൂഷ്വൽ ബാക്കി തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചറിന്റെ കൂട്ട് തന്നെ ഇറ്റ് ഹാസ് ദ ഇൻഎബിലിറ്റി ടു സപ്ലൈ ഓർ അബ്സോർബ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദിസ് ടെർണറി പ്രോഗ്രഷൻ അറേഞ്ച്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ മോസ്റ്റ് പ്രാക്ടിക്കൽ കോൺഫിഗറേഷൻ ഫോർ ഡിസ്ക്രീറ്റ് ലെവൽ വോൾട്ടേജ് കൺട്രോൾ in utility applications. So identical winding വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതുമുണ്ട്, ternary progressive ഉണ്ട്. സോ അതിന് മോസ്റ്റ് യൂട്ടിലിറ്റി ആപ്ലിക്കേഷന് ഈ അറേഞ്ച്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ആംഗിൾ റെഗുലേഷന്റെ ഫേസർ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ഇപ്പം 3 ഫേസ് VA, VB, VC 3 ഫേസിലോട്ടാണ് ഡെൽറ്റ VA, ഡെൽറ്റ VB, ഡെൽറ്റ VC എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്നെങ്കിൽ ആ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കും എത്രയാ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നത് സിഗ്മ. ഇപ്പൊ VA പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ VA ആണ് അതിന്റെ റിസൾട്ടന്റ്. VB പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ VB ആണ് അവിടെ വരുന്ന റിസൾട്ടന്റ്. VC പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ VC ആണ് അവിടുത്തെ VC പ്ലസ് ഡെൽറ്റ VC തരും, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ VC ആണ് അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് VC പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ VC. ഇപ്പൊ VCയും ഇപ്പൊ കിട്ടിയ വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് നോക്കിക്കേ സിഗ്മ. സെയിം ഫോർ ദ 3 ഫേസസ് സിഗ്മ ആണ് ഫേസ് ഷിഫ്റ്റ് ഉണ്ടായത്. അപ്പൊ ഈ സിഗ്മ എന്തിനെ ആശ്രയിക്കുന്ന ആ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഫേസ് ഷിഫ്റ്റ് വളരെ കുറവാണെങ്കിൽ അവിടെ വോൾട്ടേജിന് വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല, വോൾട്ടേജ് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ലാർജർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യും. സോ നമുക്ക് കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ VSഉം VRഉം ആയിരുന്നു അത് തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡെൽറ്റ. അപ്പം നമ്മളൊരു ഫേസ് ആംഗിൾ റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്യുവാണ്. V സിഗ്മ ആണ് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ പ്ലസ് V സിഗ്മ ഉണ്ട് മൈനസ് V സിഗ്മ ഉണ്ട്. ഇപ്പം പ്ലസ് V സിഗ്മ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് എന്തായിട്ട് വരും? VS പ്ലസ് V സിഗ്മ. ലെഫ്റ്റ് ഫിഗറിൽ ഡെൽറ്റ VSന്റെ സ്ഥാനത്ത് ഇവിടെ പ്ലസ് V സിഗ്മ എന്ന് കാണിച്ചതാണ്. അപ്പോൾ VS എഫക്റ്റീവ് വരും സെൻഡിങ് എൻഡ് വോൾട്ടേജ്. അപ്പോൾ ആ സെൻഡിങ് എൻഡ് വോൾട്ടേജും റിസീവിങ് എൻഡ് വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ പ്ലസ് സിഗ്മ ആയി. ഇനി മറിച്ച് V സിഗ്മ മൈനസ് കുറയുമായിരുന്നെങ്കിൽ ചെയ്തെങ്കിൽ നമ്മുടെ സെൻഡിങ് എൻഡ് വോൾട്ടേജ് എന്ന് വെച്ചാൽ VS മൈനസ് V സിഗ്മ, ദാറ്റ് ഇസ് VS എഫക്റ്റീവ് മൈനസ് സിഗ്മ എന്ന് കിട്ടും. സോ അതും VRും തമ്മിലുള്ള ആംഗിൾ എന്തായിട്ട് മാറി? ഡെൽറ്റ മൈനസ് സിഗ്മ ആയിട്ട് മാറി. സോ ഈ മാഗ്നിറ്റ്യൂഡ് V സിഗ്മയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് അതിനെ ആശ്രയിച്ചിരിക്കും ഈ ഫേസ് ഷിഫ്റ്റ് ആക്ച്വലി. Conclusion: the thyristor tap changer employing ternary progression arrangement is used for most practical configuration for discrete level voltage control in utility applications. That's all for today's session. Thank you.